നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാവുന്ന ഒരു വിഷയം തന്നെയാണ് മനുഷ്യനും പ്രകൃതി ദുരന്തങ്ങളും എന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ ദുരന്തങ്ങൾക്കും കാരണം നാം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. വർഷങ്ങൾ കൂടുന്തോറും ദുരന്തങ്ങളും ഏറി വരികയാണ്. പ്രകൃതി എന്നത് മനുഷ്യർക്ക് അമ്മയാണ്. പ്രകൃതി മനുഷ്യന് വേണ്ട ജലവും വായുവും ഭക്ഷണവും എല്ലാം നൽകുന്നു. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് തിരിച്ചു നൽകുന്നത് കൊടും ക്രൂരതകൾ മാത്രം. ഓരോ ദുരന്തവും നമുക്ക് സമ്മാനിക്കുന്നത് തീരാ ദുഃഖങ്ങൾ മാത്രമാണ് എന്നത് ആരും മറക്കണ്ട. പശ്ചിമഘട്ടത്തെ കുറിച്ച് റിപ്പോർട്ട് വായിക്കാൻ ഗവൺമെന്റ് നിയമിച്ച ശ്രീ മാധവ് ഗാഡ്ഗിൽ 2013 പറഞ്ഞു, പശ്ചിമഘട്ടം വളരെ അപകടത്തിലാണ്. ഇതിന് ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇനി കേരളം കാണുന്നത് വൻ ദുരന്തത്തെയാകും. അതിനെ നിങ്ങൾ കരുതും പോലെ ഒരു യുഗമൊന്നും വേണ്ട. വെറും 4-5 വർഷങ്ങൾ മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരുന്നേക്കാം. തെറ്റ് ചെയ്തതാരെന്നും ഭയപ്പെടുത്തിയതാരെന്നും അന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ വെറും 5 വർഷങ്ങൾ കൊണ്ട് കേരളം പ്രളയമെന്ന മഹാദുരന്തത്തെ കണ്ടു. ഇത്തരത്തിൽ ഈ ക്രൂരതകൾ ചെയ്യുന്നവർ ഒന്നോർക്കുക, ഇന്നോ നാളെയോ ഇല്ലാതാകേണ്ട ജീവനുകളാണ് നാം ഓരോന്നും. ഈ അടുത്ത് വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം തന്നെ നോക്കൂ. ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് 1-2 ജീവനുകളല്ല, 100 കണക്കിന് ജീവനുകളാണ്. നാം സമൂഹത്തോട് ചെയ്യുന്ന അനീതിക്കപ്പുറം നാം പ്രകൃതിയോട് കാണിക്കുന്ന തെറ്റായ സമീപനമാണ് ഓരോ ദുരന്തവും. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കേരളം, എല്ലാം കൊണ്ടും സമ്പന്നവും. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും ഇന്ന് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതും. ഭാവി തലമുറയ്ക്ക് വേണ്ടി, നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാം. ഈ ദുരന്തങ്ങളിൽ നിന്ന് ഇന്ന് ഒരു തിരിച്ചുപോക്ക് സാധ്യമാണ്. അത് നാളെ സാധ്യമാകണമെന്നുമില്ല. നമ്മുടെ ഈ പ്രകൃതിയെ സുരക്ഷിതമാക്കിയാൽ പ്രകൃതി നമ്മെ കാത്തു സൂക്ഷിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും പ്രകൃതി ചൂഷണങ്ങളിൽ നിന്നും പ്രകൃതി സംരക്ഷണത്തിലേക്കുള്ള ഈ തിരിച്ചുപോക്ക് എന്തുകൊണ്ടും അനിവാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.